ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഉച്ച വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലഞ്ച് മെനു ആണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം കല്യാണി എല്ലാവർക്കും ഹായൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇത് ചൂര മീനാണ് കേട്ടോ. അതായത് ഒരു ഫുൾ ചൂരയുടെ പകുതി, അതായത് മുള്ളും തലയും ആയിട്ടൊക്കെ ഉള്ള ഒരു സൈഡാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൂന് ചൂര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിടും. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ പച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും, കുഴപ്പമില്ല. പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് വയ്യ, പനിയായിരുന്നു. സൗണ്ട് ക്ലിയറായി വരുന്നതേ ഉള്ളൂ, സോറി കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് അതിലിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷവും നമുക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പം അടിയിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പുളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് രാവിലെ അച്ഛനാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് മരിച്ചിനി കൊണ്ടുവന്നിട്ടുണ്ടായി. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മരിച്ചിനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ സാധാരണ കിട്ടുന്ന മരിച്ചിനിയെക്കാട്ടി ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അച്ഛൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ഞാനത് നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനതൊന്ന് കഴുകിയതിന് ശേഷം തന്നെ ഞങ്ങൾ കറി വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടാണ് ഞാനും പഠിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിലർ കൊത്തി അരിഞ്ഞ് കറി വയ്ക്കാറുണ്ട്. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ. ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. കറി വയ്ക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും മരിച്ചിനെല്ലാം കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അതിനെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം 2-3 വെള്ളത്തിലൊന്ന് കഴുകിയിടും കേട്ടോ. മണ്ണ് കാണും, അതുകൊണ്ടാണ് 2-3 വെള്ളത്തിലൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ മരിച്ചിന് വയ്ക്കുന്നത് ആ പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിന് നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കും കേട്ടോ. നല്ല അത് മുങ്ങി വെള്ളം ഒഴിച്ച് അതായത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാനതൊന്ന് ഗ്യാസിൽ വയ്ക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ഞാൻ ഒരുപാട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. പിന്നെ ഇതിനോടുള്ള ഒരു പ്രത്യേക കൊതി കാരണം കഴിക്കുന്നേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ വലുതായിട്ട് മരിച്ചിനിയൊന്നും കപ്പയൊന്നും കഴിക്കാറില്ല. വല്ലപ്പോഴും കഴിച്ചാലായി. അപ്പോഴേക്കും നമ്മുടെ ആ പൊടിയൊക്കെ ഒന്ന് തണുത്ത് വന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രം ഒന്ന് അരച്ച് ചേർത്ത് കലക്കി നമുക്ക് വേണമെങ്കിൽ കറി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം. ഞാനിവിടെ തേങ്ങ ചേർക്കുന്നുണ്ട്, കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഫസ്റ്റ് അതും പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് അരഞ്ഞ് വരും. അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. ആദ്യം ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത് ഞാൻ പിന്നെ മിക്സിയുടെ ജാറ് തുറന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പച്ചമുളക്, പകുതി തക്കാളിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ചൂരയുടെ കഷ്ണവും തലയും പിന്നെ മുള്ളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ഞാൻ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് എല്ലായിടത്തും ഇത് പറ്റത്തക്ക രീതിയിൽ നല്ല കലക്കി നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാൻ ഗ്യാസ് കത്തിച്ച് ഫുൾ തീയിലാണ് വച്ചിരിക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കണക്കൊന്നും എനിക്ക് പറയാറില്ല, എനിക്ക് കൈക്കണക്കാണ് കേട്ടോ. അത് ഞാൻ എല്ലാത്തിനും അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു കൈക്കണക്കനുസരിച്ച് ഞാൻ ഉപ്പ് ചേർക്കും. ചിലപ്പം കുറവായിരിക്കും, ചിലപ്പം കൂടുതലായിരിക്കും, മിക്കവാറും കണക്കായിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മരിച്ചിനി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, കറിവേപ്പില, തേങ്ങ, പിന്നെ നമ്മുടെ
പേര് മറന്നുപോയല്ലോ. സോറി വെളുത്തുള്ളി സോറി കേട്ടോ, പെട്ടെന്ന് വന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിടാം. ഞാൻ ചതച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ബൗള് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അത് വെന്തിരിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് അങ്ങ് ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ഇളങ്ങി വരും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വരും. ഞാനിത് വീഡിയോയിൽ നല്ല വൃത്തിയായിട്ട് കാണുന്നില്ല, പക്ഷെ നല്ല കളറായിട്ടാണ് കിട്ടിയത് കേട്ടോ എനിക്ക്. അതിനുശേഷം ഒരു ശകലം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ടേസ്റ്റ് അപാരമായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കും. ഞാൻ ഇങ്ങനെ ചെയ്ത് ഒരുപാട് പേരെ കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. തേങ്ങ ചേർക്കാതെയും ചെയ്യും, തേങ്ങ ചേർത്തും ചെയ്യും. എൻ്റെ അമ്മ തേങ്ങ ചേർക്കാതെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ മീൻ തിളച്ചായിരുന്നു കേട്ടോ. ഞാനിത് തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കും കേട്ടോ, തവി ഇടത്തില്ല. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഗ്യാസ് ഒന്ന് കുറച്ചതിന് ശേഷം അടച്ച് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ആദ്യമേ അടച്ച് വയ്ക്കില്ല, ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കുക്ക് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ചതിന് ശേഷം അതുവരെ തിളയ്ക്കുന്നത് വരെ ഫുൾ തീയിൽ വയ്ക്കും. അത് കഴിഞ്ഞ് ഗ്യാസ് ഒന്ന് കുറച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് മൂടിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കും. അപ്പോഴേക്കും നമ്മുടെ ചൂരമീൻ കറി റെഡിയായി കിട്ടും. അപ്പം അതിനുശേഷം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് അടുപ്പൊന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ റൈസ് കുക്കറിൽ വെച്ചിരുന്ന ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് വടിക്കും. അപ്പം അപ്പോഴേക്കും കുറച്ച് ഇത് അപ്പോഴപ്പോഴുള്ള ഞാൻ പാത്രങ്ങൾ കഴുകിയെടുക്കും. ഇത് ഞാൻ മീൻ പിന്നീട് ആ സമയത്തുള്ള പാത്രമാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകി മാറ്റുവാണ് കേട്ടോ. എല്ലാം കൂടെ കൂട്ടി വാരി ഇടത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴാണ് കഴുകിയെടുക്കും. അപ്പോഴേക്കും എൻ്റെ ചോറ് തിളച്ചായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഞാൻ വാർക്കുവാണ് കേട്ടോ. വാർത്ത് വന്നപ്പോഴേക്കും നമ്മളെ ചൂര മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങ് പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് വേറൊരു കൊതി, വേറൊന്നുമല്ല, ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോരോ കൊതികളെ. അപ്പോഴേക്കും എനിക്ക് ഒരു ഉള്ളിച്ചമ്മന്തി കഴിക്കാനൊരു കൊതി, വേറൊന്നുമില്ല. അപ്പോഴും ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ചധികം ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വെള്ളമുണ്ട് കേട്ടോ, ഞാൻ കഴുകിയ വെള്ളമാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടി ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അതിനുശേഷം അതിലോട്ട് ഞാനൊരു ശകലം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുവാണ്. അതിനുശേഷം ഒരു 3-4 ഉണക്കമുളകാണ്. പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ മുളകിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പം അതൊന്നും നമ്മളെ എരിവിനനുസരിച്ച് 1, 2, 3, 10 ഒക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ പിന്നീട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് നല്ല വൃത്തിയായിട്ട് മൂത്തോളും, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവൾ ഒരു ദിവസം എനിക്കിങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴേക്കും നമ്മളത് റെഡിയായി, അതൊന്ന് തണുത്തപ്പോഴേക്കും മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അതിനുശേഷം വലിയൊരു ടാസ്ക്കാണ് കല്യാണി കുളിപ്പിക്കുക. അപ്പോൾ ഞാനത് കുളിപ്പിക്കാനുള്ള പണിയിലാണ്. കുളിപ്പിച്ചതിന് ശേഷം കുളിച്ച് വന്നു, സുന്ദരിയായിട്ടിരിപ്പുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. കരി എഴുതാനൊക്കെ ആൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ചില സമയത്ത് ചില മൂടാണ്. ചിലപ്പോൾ സമ്മതിക്കും, ചിലപ്പോൾ സമ്മതിക്കില്ല. എനിക്കിഷ്ടമാണ് കരി എഴുതി കൊടുക്കാനൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒരു സമയം വരെയും നമുക്ക് കരി എഴുതി കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ അവർ തന്നെ എല്ലാം ചെയ്തോളും. ആൺകുട്ടിയൊക്കെ ഒരു വയസ്സ് വരെ കരിയൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുക. അതെല്ലാം ചിലർ പറയും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്തിനു വെറുതെ കൊച്ചുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചിലർ പറയും. ഓരോരുത്തരുടെ ഇഷ്ടം പോലെയല്ലേ. പക്ഷേ എനിക്കിഷ്ടമാണ്, അവളെ ഒരുക്കാനും ഇഷ്ടമാണ്. അപ്പൂനെയും കുറച്ച് നാളൊക്കെ ഒരുക്കി, പിന്നെ അവനതൊന്നും ഇഷ്ടമല്ല. അപ്പോഴേക്കും ഞാനതങ്ങ് വിട്ടു. ഇനി ഇവളെന്ന് മുതലാണ് തന്നെ ഒരുങ്ങാൻ തുടങ്ങുന്നത്, അതുവരെ ഞാൻ അവളെ ഒരുക്കി കൊടുക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ആ കരി വേണം അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾ സെറ്റായി. ഇനി ആൾക്ക് ഞാൻ ചോറ് കൊടുത്തു. അതിനുശേഷം ഞാൻ അപ്പൂന് ചോറ് കോരുന്നതാണ് കേട്ടോ. അപ്പോൾ ചോറ് നല്ല
കുത്തരി ചോറെന്നോ ചമ്പാവരി ചോറെന്നൊക്കെ പറയാം. അവൻ കുറച്ചേ കഴിക്കത്തുള്ളൂ കേട്ടോ ചോറും. ഇതിപ്പോൾ ഞാൻ വച്ചിരിക്കുന്ന ഇതിൻ്റെ പകുതിയേ കഴിക്കുകയുള്ളൂ, പകുതിയും ബാക്കി കൊണ്ടുവരും. അതിനുശേഷം ഞാൻ അവന് മരിച്ചിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനോട് കുറച്ച് വയ്ക്കുവാണ്. അതും ചിലപ്പം കഴിച്ചാലേ ചിലപ്പോൾ അതിനും മിച്ചം കാണും. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചൂരമീൻ കറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഞാൻ ഉള്ളിച്ചമ്മന്തി വെച്ച് കൊടുത്തിട്ടില്ല, അവന് വേണ്ട പറഞ്ഞു. അതാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച്. അപ്പം ലഞ്ചെന്നല്ല, ഒരു ഉച്ച നേരത്തെ ഉള്ള എൻ്റെ ഒരു തത്രപ്പാടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.